ഏവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വിദേശത്തു നിന്ന് സത്യാന്വേഷിയായ ഒരു യുവാവ് എന്നെ വിളിക്കുകയും പല ആത്മീയ പ്രതിഭാസങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യം കൽപ്പിച്ചും അറിയാനുള്ള താല്പര്യം ആത്മാർത്ഥമായി പ്രകടിപ്പിച്ചും എന്നോട് ചോദിച്ചത് ആത്മനിറവ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുന്ന അവസ്ഥയെപ്പറ്റി എന്താണ് അഭിപ്രായം, അത് ഒന്ന് വിശദീകരിക്കാമോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പങ്കിട്ട ആശയങ്ങൾ അതുപോലെ യാതൊരു വ്യത്യാസവും വരുത്താതെ കഴിയുന്നത്രയും, കാരണം എന്തെങ്കിലും ആവർത്തിക്കുമ്പോൾ ആ വ്യത്യാസം വരിക എന്നത് സ്വാഭാവികമാണ്, അതിനുള്ള മാർജിൻ അനുവദിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പങ്കിടുന്നത് ചിലർക്കെങ്കിലും പ്രയോജനപ്പെടും എന്ന ഒരു കരുതലിലാണ്, വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് എന്താണ് എന്നതിനെപ്പറ്റി പലവിധമായ ധാരണകൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ധാരണകളാണ് ഉള്ളത്. ഒന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നതും ചിലത് അപൂർവം ചില ആളുകൾ മാത്രം മനസ്സിലാക്കിയിരിക്കുന്നതും. അവ രണ്ടും ഒന്ന് പരിചയപ്പെട്ടിട്ട് കൂടുതലായ അന്വേഷണ വിഷയങ്ങളിലേക്ക്, വിശദീകരണത്തിലേക്ക്, വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരക്കെ ആളുകൾ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മളുടെ അവസ്ഥയെ മുഴുവനും അധീനമാക്കി അതിൻ്റെ നിയന്ത്രണത്തിൽ നാം അല്ലാതാക്കി മാറ്റുന്ന ഒരു അവസ്ഥയായിട്ടാണ്. പരിശുദ്ധാത്മാവ് ബാഹ്യമായ ഒരു ശക്തിയായും അത് ചില പ്രത്യേകമായ അവസ്ഥയിൽ നമ്മുടെ ഉള്ളിലേക്ക് തള്ളിക്കയറി നമ്മുടെ വ്യക്തിത്വത്തെ ന്യൂട്രലൈസ് ചെയ്ത് നിർവീര്യമാക്കി നമ്മളുടെ അവസ്ഥയെ പരിപൂർണമായി അതിൻ്റെ നിയന്ത്രണത്തിലാക്കി അൺനാച്ചുറലായി നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയും നിർവഹിക്കുകയും ചെയ്യിക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് പല ആളുകളും പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെയും പ്രവർത്തന രീതികളെയും മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഉടനെ പ്രവേശിക്കുന്നതായിരിക്കും. അതിനു മുൻപ് മറ്റുള്ള ഒരു ധാരണ, പരിശുദ്ധാത്മാവ് എന്നത് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിയാൽ തന്നെ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ദൈവികമായ അംശമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ പരിചരണത്തിലും പരിശീലനത്തിലും വളർന്നു വരുന്ന നമ്മുടെ വ്യക്തിത്വത്തിൽ നിർവീര്യമായി നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ആത്മീകമായ ബോധോദയവും പരിശുദ്ധാത്മാവിൻ്റെ ഉറവിടമായ അല്ലെങ്കിൽ മാധ്യമമായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ലോകത്തിൻ്റെ വെളിച്ചമായ യേശു നമ്മുടെ ഉള്ളിലെ വെളിച്ചവും തമ്മിൽ ഒന്നായിത്തീരുമ്പോൾ നാം അനുഭവിക്കുന്ന അത്ഭുതകരമായ അനുഭവം, അതിൻ്റെ വലിയ വലിയ സാധ്യതകൾ, ഊർജങ്ങൾ, വിഭവങ്ങൾ, ഇവയൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇതിലേതാണ് നമുക്ക് സ്വീകാര്യമാകേണ്ടത്? ഏത് സ്വീകരിച്ചാൽ നമുക്ക് ഏതവസ്ഥയിലായിത്തീരും, എന്താണ് നമുക്ക് നഷ്ടം വരുന്നത്, എന്താണ് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തതയുണ്ടാകുന്നത് വളരെ സഹായിക്കുമെന്നതുകൊണ്ട് നമുക്ക് ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു അന്വേഷണത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തിൽ ബഹുഭൂരിഭാഗം ആളുകളും വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ബാഹ്യമായി സ്ഥിതി ചെയ്യുന്ന ഒരു ശക്തി ചില പ്രത്യേക സമയങ്ങളിൽ നമ്മെ ആവഹിക്കുന്നു, അത് നമ്മെ അനിതര സാധാരണമായ അവസ്ഥയിലേക്ക് വലിച്ച് ഇഴച്ചു കൊണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മെ ഉയർത്തുന്നു. അതിൻ്റെ ഫലമായി ചിലർ മറുഭാഷയിൽ സംസാരിക്കുന്നു, ചിലർ പ്രവചിക്കുന്നു, ചിലർ അതുവരെ ഇല്ലാത്ത ചില കഴിവുകൾ പ്രകടിപ്പിക്കുന്നു,
ചിലർ ആനന്ദ നിർവൃതി അനുഭവിക്കുന്നു, സ്റ്റേറ്റ് ഓഫ് ബ്ലിസ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ ഇതിൽ അർത്ഥമുണ്ടോ, ഇതിൽ ആത്മീയമായ മർമ്മമുണ്ടോ എന്ന് ആദ്യമേ നമുക്ക് തിരിച്ചറിയാൻ ശ്രമിക്കാം. പൊതുവായ മർമ്മം പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന്, അവനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഘടകം അല്ലെങ്കിൽ ഒരു ഫോഴ്സ്, ഒരു ഊർജം അല്ലെങ്കിൽ ഒരു ശക്തി അവൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത് അവന് ഹാനികരമാണ്. നമ്മുടെ വ്യക്തിത്വത്തോടും ജീവിതമർമ്മത്തോടും അല്പം പോലും പൊരുത്തമില്ലാത്ത ബാഹ്യമായ ഒരു ഘടകം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ നഷ്ടവും മരണവും മാത്രമേ സംഭവിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഉദാഹരണമായിട്ട്, നമ്മുടെ കണ്ണിൽ ഒരു കരട് വീണാൽ കണ്ണ് അതുകൊണ്ട് കുറച്ചുകൂടെ തെളിച്ചമുണ്ടാകുകയല്ല, ഉള്ള കാഴ്ച കൂടെ അതെടുത്ത് മാറ്റുന്നത് വരെ അത് നശിപ്പിക്കും എന്ന് നമുക്കറിയാം. അങ്ങനെ ബാഹ്യമായ വസ്തുക്കളിൽ കൂടെ നമുക്ക് പ്രത്യേകമായ അവസ്ഥ പ്രാപിക്കുന്ന ചില ഉദാഹരണങ്ങൾ നമുക്കറിയാം. ലഹരി മരുന്ന് കഴിക്കുന്നവർ കഴിച്ച മരുന്നിൻ്റെ ഇഫക്റ്റ് നിലനിൽക്കുന്നിടത്തോളം കാലം അവരൊരു പ്രത്യേകമായ അവസ്ഥയിലാണ്. ദേ ആർ ഇൻ എ ഹൈ സ്റ്റേറ്റ്, ദേ ആർ ഇൻ എ ഹൈ എന്ന് പറയും, വളരെ പ്രത്യേകതയുള്ളൊരവസ്ഥയിലാണ്. അപ്പോൾ അവരോട് നിങ്ങൾ ഇടപെട്ടാൽ ഞങ്ങൾക്ക് പരിചയമുള്ള വ്യക്തിയാണോ ഇത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകും. അതുപോലെ തന്നെ കള്ള് കുടിക്കുന്ന ആളുകൾ കള്ള് കുടിക്കാതെ ഇരിക്കുമ്പോൾ അവിടെ ഉള്ളിൽ കള്ള് എന്ന് പറയുന്ന ആത്മാവ്, സ്പിരിറ്റ്സ് എന്നാണ് അതിനും പറയുന്നത്, അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവർ മറ്റൊരു വ്യക്തിത്വമാണ്. എന്നാൽ കള്ള് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ തുലവും വ്യത്യസ്തമായൊരു വ്യക്തിത്വമാണ്. എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മകളിലൊന്ന് ഇതൊരിക്കൽ ഞാൻ മാരാവണ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്. ഞങ്ങളുടെ അടുത്ത് പാക്കര പിള്ള എന്ന് പറഞ്ഞ ഒരു മാന്യദേഹമുണ്ടായിരുന്നു. ഭാസ്കര പിള്ള എന്നാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അങ്ങനെ ആയതുകൊണ്ടും ആളുകൾ അപ്രകാരമുള്ള പ്രയോഗങ്ങൾ നടത്തുവാൻ താല്പര്യമുള്ളതുകൊണ്ടും ആരും അയാളെ ഭാസ്കര പിള്ള എന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും അയാളെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും വിളിച്ചു വരുന്ന പാക്കര പിള്ള എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും അദ്ദേഹത്തെ തിരിച്ചറിയുന്നത് ഞാൻ ഓർക്കുന്നത്, വൈകിട്ട് ഏകദേശം ഒരു 5-5:30 ഞങ്ങളുടെ വീടിൻ്റെ മുൻപിലുള്ള റോഡിൽ കൂടെ സാമാന്യം നല്ലതായ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് അലക്കി തേച്ച് തന്നെത്താനെ അതൊക്കെ റെഡിയാക്കി അദ്ദേഹം മാന്യനായിട്ട് കള്ള് ഷാപ്പിലേക്ക് പോകും. അപ്പോൾ ഞങ്ങളുടെ വീടിരിക്കുന്നതിൻ്റെ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരെയാണ് കള്ള് ഷാപ്പ്. അങ്ങനെ പോകുന്ന പാക്കരാപിള്ള ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ് അതിലേ വരുന്നത്. 2 കയ്യാലയും ചുംബിച്ച് പാട്ടൊക്കെ പാടി ഉടുത്തിരുന്ന മുണ്ട് തലയിൽ കെട്ടി ഇങ്ങനെ ആടിപ്പാടിയാണ് അദ്ദേഹം വരുന്നത്. ഒരു പുതിയ വ്യക്തിത്വം പ്രാപിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഒരുത്തൻ കള്ളിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെ ബാഹ്യമായൊരു വസ്തു പാക്കരാപിള്ളയുടെ ഉള്ളിൽ പ്രവേശിച്ചതുകൊണ്ട് അവൻ്റെ വ്യക്തിത്വം മഹനീയമായില്ല, അത് കുറച്ചുകൂടെ ഹീനമായി. ഇതാണ് അതിൻ്റെ ഒരു പരിപാടി. അങ്ങനെ നിങ്ങൾ എന്ത് പരിശോധിച്ച്, ഉദാഹരണമായിട്ട് അത്ഭുത രോഗശാന്തി കൊണ്ട്, സെൻസേഷണൽ സ്പിരിച്വാലിറ്റി കൊണ്ട് ശതകോടികൾ ഉണ്ടാക്കിയ ഒരു മിടുക്കനായ ആത്മീയ കലാകാരനാണ് ബെനിഹിൻ എന്ന് നിങ്ങൾക്കറിയാം. പിന്നെ അദ്ദേഹം പറഞ്ഞ് വീണുപോയി എന്നും നിങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ ട്രേഡ് മാർക്ക് എന്തായിരുന്നു? അദ്ദേഹം കൈ വീശുമ്പോൾ ആളുകൾ വീണു പോകുന്നു. അപ്പോൾ ബാഹ്യമായ ഒന്ന് എൻ്റെ നേരെ വീശിയാൽ ഞാൻ വീണു പോകുന്നത് ആത്മീകമായ വലിയൊരു അനുഭൂതിയാണെന്ന് ആൾ വിശ്വസിച്ചു. അത്രമാത്രം മണ്ടന്മാരാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ ഏത് ഉദാഹരണത്തിൽ കൂടെ ചിന്തിച്ച് നോക്കിയാലും നിങ്ങൾക്ക് തുലവും വ്യത്യസ്തമായ, നിങ്ങളിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ബാഹ്യമായൊരു ഘടകം നിങ്ങളെ ഏത് വിധത്തിൽ, ബെനിഹിൻ്റെ വിധത്തിലാണെങ്കിലും, ഇപ്പോൾ കേരളത്തിൽ തന്നെ തുവാല വീശി തള്ളിയിടുന്നവരുണ്ട്. ഒരു വിദഗ്ധൻ ഇപ്പോഴുണ്ട് ഇങ്ങനെ തെറ്റി തള്ളിയിടുന്നു. ഇതെല്ലാം ബാഹ്യമായ ശക്തികൾ നിങ്ങളുടെ മേൽ സമ്മർദ്ദം പുലർത്തുമ്പോൾ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൻ്റെ പ്രേരണ കൊണ്ട് മറിഞ്ഞു വീഴുന്നു.
അങ്ങനെ നിങ്ങൾ 1000 തവണ മറിഞ്ഞു വീണാലും നിങ്ങളുടെ വ്യക്തിത്വത്തിന് എന്തെങ്കിലും മേന്മ വരികയോ നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുകയോ ചെയ്യുകയില്ല. ആ സമയത്ത് മാത്രം അല്പം ഒരു സെൻസേഷണൽ ആയിട്ടുള്ള കാര്യം പ്രത്യേകതയുണ്ട് എന്ന് പലരും കരുതുന്ന ഒരു അനുഭൂതി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് നൈമിഷികമാണ്, അത് സത്യത്തിൽ അധിഷ്ഠിതമല്ല. അതൊരു തരത്തിലുള്ള ഹിപ്നോട്ടിക് ഇഫക്റ്റാണ് എന്നതാണ് എൻ്റെ പരമാർത്ഥം. അപ്പോൾ ഈ ഒരു തത്വം ഓർത്തിരിക്കുക. നമുക്ക് ബാഹ്യമായ ഘടകങ്ങൾ നമ്മളുടെ മേൽ പതിക്കുകയും അതിൻ്റേതായ സ്വാധീനം നമ്മുടെ മേൽ ചെലുത്താൻ സാധിക്കും. പക്ഷേ അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിനോ നമ്മുടെ ജീവിതാവസ്ഥയ്ക്കോ ഒരു നന്മയും മേന്മയും ഉണ്ടാകുകയില്ല. ഉള്ള നന്മ കൂടെ നശിച്ചു പോകാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ എന്നതാണ് ഇതിനകത്തെ പരമാർത്ഥം. അങ്ങനെ ഏതെല്ലാം അവസ്ഥയിൽ ഏതെല്ലാം തരത്തിൽ ഇത് പ്രവർത്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെ ഫലം ഇത് മാത്രമാണ്. അത്ഭുതകരമെന്ന് പറയട്ടെ, അല്ല സങ്കടകരമെന്ന് പറയട്ടെ, പരിശുദ്ധാത്മാവിനെ ഇപ്രകാരമുള്ള ഒരു മർമ്മം അല്ലെങ്കിൽ പാറ്റേൺ അനുസരിച്ചാണ് ഭൂരിപക്ഷം ആളുകളും, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കുത്തകയുണ്ട് എന്ന് അവകാശപ്പെടുന്ന പെന്തക്കോസ്തുകാരും കരിസ്മാറ്റിക്സുകാരും പരിശുദ്ധാത്മാവിനെ ഇപ്രകാരം തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അവർ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം കാണപ്പാടം അറിയാവുന്നവരാണ്. പക്ഷേ അതിൽ പറയുന്ന ആശയം അവർക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല. എന്താണ് അവിടെ പറയുന്നത്? അങ്ങനെ അപ്പോസ്തലന്മാർ ആത്മാവ് നിറഞ്ഞ് ആത്മീയ സന്തോഷത്തിൽ പ്രത്യേകമായൊരവസ്ഥ പ്രാപിച്ച് അവർ മറുഭാഷയിൽ സംസാരിച്ചപ്പോൾ അത് കണ്ടു നിന്നവർ അവർ മദ്യം കഴിച്ച് മത്ത് പിടിച്ചവരാണ് എന്ന് സംശയിച്ചു. അപ്പോൾ അന്നത്തെ മനുഷ്യരുടെ തിരിച്ചറിവ് ഇത് മാത്രമാണ്. അവർ ഇപ്രകാരം മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ. കാരണം എന്താണ്? അവരെപ്പോഴും അവർക്ക് പ്രാപിച്ചിട്ടുള്ള അനുഭവത്തിൽ കൂടെയും പരിശീലനത്തിൽ കൂടെയും വിദ്യാഭ്യാസത്തിൽ കൂടെയും മനസ്സിലാക്കിയിരിക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകമായ അനുഭൂതിയിൽ അല്ലെങ്കിൽ പ്രത്യേകമായ അവസ്ഥയിൽ അവൻ എത്തിച്ചേരണമെങ്കിൽ ബാഹ്യമായ എന്തെങ്കിലും അവനിൽ പ്രവേശിച്ച് അവനെ ഒരിളക്കത്തിലേക്ക് കൊണ്ടുവരണം. ഇപ്പം നമുക്കറിയാം, കൊടുങ്കാറ്റടിക്കുന്നു, അപ്പോൾ ഒരു വൃക്ഷം കടപുഴകി വീണു പോകുന്നു. അത് ബാഹ്യമായ ഒരു ശക്തിയാണ്. അതുകൊണ്ട് വൃക്ഷം വീണു പോകും. ആ വൃക്ഷം വീണതുകൊണ്ട് അത് കൂടുതൽ ഫലം കായ്ക്കത്തില്ല. നിങ്ങൾക്കറിയാം, ഇടിവെട്ടി എൻ്റെ വീടിൻ്റെ തൊട്ട് എൻ്റെ മുമ്പിൽ ഒരു തെങ്ങുണ്ടായിരുന്നു. ഇടിവെട്ടി അത് കരിഞ്ഞുപോയി. അത് ബാഹ്യമായ ശക്തി അതിൽ വന്ന് മുട്ടിയിട്ടാണ്. അതുകൊണ്ട് കൂടുതൽ തേങ്ങ കായ്ച്ചില്ല, ഉള്ള നാമ്പ് കരിഞ്ഞുപോയി. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ബാഹ്യമായ ഒന്നും, മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ രണ്ട് കാലുണ്ട്, ഒരു കാല് മുറിച്ച് കളഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ ക്രച്ച് പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അത് ബാഹ്യമായ ഒരു സഹായമാണ്. ആ ബാഹ്യമായ സഹായം ആവശ്യമായി വരുന്നത്, അല്ലെങ്കിൽ ബാഹ്യമായ ഉപകരണത്തെ എന്താ പറയുന്നത്, ആശ്രയിക്കേണ്ട ഗതികേട് വരുന്നത് ആ ഒരു വലിയ ബലഹീനത ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ബാഹ്യമായ ഒരു ഉപകരണത്തെ ആശ്രയിക്കുന്നത് കൊണ്ട് ആ ബലഹീനതയ്ക്ക് പരിഹാരമുണ്ടാകുകയില്ല. അതെപ്പോഴും അതുപോലെ തന്നെ സ്ഥിതി ചെയ്യും. ഉപയോഗിക്കുന്നയാൾ കുറച്ചുകൂടി ക്ഷീണിതനായി കാലക്രമങ്ങളിൽ അങ്ങ് മരിച്ചു പോകും. ഇത് മാത്രമേ ഇതിനകത്ത് സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമാണ്. അതായത് പരിശുദ്ധാത്മാവ് എന്നത് നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ, നമ്മൾക്ക് ബാഹ്യമായി പ്രവർത്തിക്കുന്ന, ബാഹ്യലോകത്തിൽ നിന്ന് നമ്മുടെ നേരെ അടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ മേൽ വെട്ടുന്ന ഇടി പോലെ നമ്മൾക്ക് വന്ന് സംഭവിക്കുന്ന ഒരു പ്രത്യേകമായ വേറിട്ട അവസ്ഥയല്ല. പിന്നെ പരിശുദ്ധാത്മാവിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ആ ഒരു ചെറിയ വിശദീകരണത്തിലേക്ക് നിങ്ങളുടെ സമ്മതത്തോടെ ഞാനിപ്പോൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇതിനെ പ്രധാനമായി ആശ്രയിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഒരു വളരെ മനോഹരമായ ഒരു വെളിപ്പെടുത്തലാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങളിൽ നിങ്ങൾക്കത് പ്രാപ്യമാണ്. യേശു പറയുന്നു, വിളക്ക് കത്തിച്ച് ആരും
പറയിൻ കീഴെ വെക്കുന്നില്ല, അത് തണ്ടിന്മേലത്ര വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രകാശം ആ ഭവനത്തെ മുഴുവനും പ്രശോഭിതമാക്കും എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? ലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ എന്താണ്? കത്തിച്ച വിളക്ക് പറയിൻ കീഴെ വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ സാർവത്രികമായി എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ വെളിച്ചമുണ്ട്. എന്നാൽ സാർവത്രികമായി യൂണിവേഴ്സലി ക്രിസ്തുവിൽ കൂടെ പുതിയ വ്യക്തിത്വം പ്രാപിക്കുന്ന ആ നിമിഷം വരെയും എപ്രകാരമാണോ കത്തിച്ച വിളക്കിൻ്റെ മേൽ പറയിരുന്നിട്ട് അതിൻ്റെ വെളിച്ചം വെളിയിൽ പ്രകടിപ്പിക്കാൻ കഴിയാതെ വണ്ണം കത്തിച്ച വിളക്കുള്ളതും ഇല്ലാത്തതും ഒന്നുപോലെയാണ് എന്ന അവസ്ഥയിൽ ആക്കി വച്ചിരിക്കുന്നുവോ, അതുപോലെ തന്നെ സൃഷ്ടിയിൽ കൂടെ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച ദൈവത്തിൻ്റെ ശ്വാസം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. അത് മാത്രമാണ് പരമസത്യം. എന്നാൽ ആ ദൈവശ്വാസത്തെ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രേരണയാൽ അതിൻ്റെ സ്വഭാവമനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ശ്വാസം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, പ്രതീകാത്മകമായി ഉദ്ദേശിക്കുന്നത് ജീവൻ്റെ മർമ്മം എന്നതാണ്. ദൈവത്തിൻ്റെ ജീവൻ്റെ മർമ്മം നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചു നൽകിയിട്ടാണ് നമ്മെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ പിറവിയിലെ സൃഷ്ടിയിലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ്, പരിശുദ്ധാത്മാവെന്ന ഘടകം, പരിശുദ്ധാത്മാവെന്ന ശക്തി, പരിശുദ്ധാത്മാവെന്ന വ്യക്തിത്വം, ദ ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ, നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഉള്ളിലുള്ള വെളിച്ചമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞാൻ കാക്ഷിക്കുന്നുവെങ്കിലും അതൊരിക്കലും എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. പിന്നെയോ ഏതോ ഒരു ശക്തിയുടെ അടിമത്വത്തിൽ ഞാൻ ആയിരിക്കുന്നത് കൊണ്ട്, മരണത്തിൻ്റെ മർമ്മത്തിന് ഞാൻ അടിമയാണെന്ന് പറയുന്നുണ്ട് അവിടെ. ഞാൻ വെറുക്കുന്ന തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. അതും യേശു പറഞ്ഞ ഈ പ്രസ്താവനയുമായി വളരെ പൊരുത്തമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആത്മീയമായ വ്യക്തിത്വത്തിലേക്ക് വളരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ കത്തിച്ചു വെച്ച ഉള്ളിലെ വിളക്കിൻ്റെ മുകളിൽ നിന്ന് ആ പറ എടുത്ത് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ വ്യക്തിത്വം ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിൻ്റെ വെളിച്ചത്തെ പ്രകടിപ്പിക്കുവാൻ പര്യാപ്തമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വളരുവാൻ കൃപ ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തു, ഈ ലോകത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ വെളിച്ചം, ആ വെളിച്ചവും നമ്മുടെ ഉള്ളിലുള്ള ഈ വെളിച്ചവും തമ്മിൽ ഉള്ള ബന്ധം, വിച്ഛേദിക്കപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഇത് ആരും പ്രത്യേകിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് തരുന്നതല്ല. ഒരു പാസ്റ്ററുടെയും കൈവെപ്പ് കൊണ്ടോ ഒരു മെത്രാൻ്റെ കൈവെപ്പ് കൊണ്ടോ സംഭവിക്കുന്നതല്ല. ഇതിൻ്റെ മർമ്മം ദൈവികം മാത്രമാണ്. നമ്മുടെ ഉള്ളിലുള്ളതിന് വിരുദ്ധമായ ഒന്നും ദൈവം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. ഇതാണ് സത്യം. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ളതിനെ വിരൂപമാകത്തക്കവണ്ണമുള്ള ഒരു വൈകല്യം നമ്മുടെ മനുഷ്യ ജീവിതത്തിലും അവസ്ഥയിലും സംഭവിച്ചിരിക്കുന്നു. സാർവലൗകികമായ ഒരു കോട്ടം കൊണ്ട് മനുഷ്യജാതി വീർപ്പുമുട്ടുകയാണ്. ആ അവസ്ഥയിൽ അവൻ്റെ ഉള്ളിലുള്ള വെളിച്ചം, ദൈവികമായ അംശം വേണ്ടതുപോലെ പ്രകടിപ്പിക്കുവാൻ അവൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് അവൻ്റെ വ്യക്തിത്വം ബാഹ്യമായി നോക്കുമ്പോൾ ഇവനിൽ യാതൊരു നന്മയുമില്ല, സാധ്യതയുമില്ല, ഇവൻ ഇരുട്ടിൻ്റെ ആത്മാവാണ് എന്ന് മാത്രം മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും അവൻ്റെ ഉള്ളിൽ ആ വെളിച്ചമുണ്ട്, ഒരിക്കലും കെടാത്ത വെളിച്ചമുണ്ട്. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല, സംശയിക്കേണ്ട. പക്ഷേ നാം കണ്ണടയുന്നതിന് മുൻപ് ആ വെളിച്ചത്തെ നമ്മുടെ വ്യക്തിത്വത്തിൽ കൂടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. എത്ര പേർക്ക് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കാൻ കഴിയുന്നു എന്ന് അറിയാൻ നമുക്ക് സാധ്യമല്ല. അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന നിഗൂഢ മർമ്മമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഈ വലിയ വെളിച്ചം, പ്രപഞ്ചത്തെ മുഴുവനും വെളിച്ചം കൊണ്ട് കുളിപ്പിച്ച് നിർത്തിയിരിക്കുന്ന, പൊതിഞ്ഞു നിർത്തിയിരിക്കുന്ന ആ വെളിച്ചവും നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചവും കൂടെയുള്ള വിച്ഛേദിക്കപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ അതൊരു വലിയ ശക്തിയായി മാറുന്നു. അതുകൊണ്ട് സംഭവിക്കുന്ന പരിവർത്തനം വളരെ 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 വലുതാണ്. അത് അവർണ്ണനീയമാണ്, അത് അത്ഭുതമാണ്.
അതൊരു വലിയ ശക്തി തന്നെയാണ്. അതുമൂലം നമ്മുടെ വ്യക്തിത്വം പരിപൂർണമായി രൂപാന്തരപ്പെടുന്നു. ആ രൂപാന്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തന മർമ്മം എന്താണ്? വളർച്ച. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തന നിരതമാകുമ്പോൾ, when the Spirit begins to work in us, അതിൻ്റെ ഫലം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അത്ഭുതകരമായ വളർച്ചയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മുടെ വ്യക്തിത്വത്തിന് വളരെ ഘടകവിരുദ്ധമായ മറ്റൊരു എന്താണ് പറയുന്നത്, ഒരു ഏലിയൻ സ്പിരിറ്റ്, അപരിചിതമായ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത വ്യത്യസ്തമായ ഒരാത്മാവ് ഇപ്പോൾ അശുദ്ധാത്മാവ് ഒരാളെ കയറി പിടിക്കുന്നു എന്ന് നാം പറയുന്നു, അല്ലേ? പകർച്ചവ്യാധി ഒരാളെ പിടിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ദൂരെ നിൽക്കുന്ന ഒരു പട്ടി ഓടി വന്ന് കടിക്കുന്നു. അതേ മർമ്മത്തിലാണ് പലരും ഇത്തരം ഭക്തിപുരസ്സം ആത്മാവിൻ്റെ പ്രവർത്തനവും മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കണമെന്ന് ആൾ നിർബന്ധം പിടിക്കുന്നത് എനിക്ക് അറിയാം, പക്ഷേ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വലിയ അനുഗ്രഹമായ ഉള്ളിലെ വെളിച്ചം, ആ വെളിച്ചം ഉണ്ട് എന്ന് യേശുവാണ് പറഞ്ഞത്, ഞാനല്ല. എന്നാൽ നിർവീര്യമായിരിക്കുന്നു. അത് പ്രകടിപ്പിക്കുവാൻ തക്കതായ ഒരു വ്യക്തിത്വം നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. നാം യേശുവിലാകുമ്പോൾ, യേശു നമ്മളിലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യേശുവാകുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വെളിച്ചം, ആത്മീയമായ വെളിച്ചം, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഭൗതികമായ വെളിച്ചം പുറമേ നിന്ന് ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്നു. ഇപ്പോൾ സൂര്യൻ അവിടെ നിന്ന് ജ്വലിക്കുന്നു, കത്തുന്നു. അവിടെ നിന്ന് അങ്ങ് ദൂരെയുള്ള നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്രോതസ്സിൽ നിന്ന് വെളിച്ചം നമ്മളിലേക്ക് വരുന്നു. അത് ഭൗതികമായ വെളിച്ചമാണ്. ആത്മീയമായ വെളിച്ചം നേരെ മറിച്ചാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് ബാഹ്യലോകത്തിലേക്ക് പ്രവഹിക്കുന്നു. ഇത് തീർച്ചയായും ദൈവികമായ മർമ്മമാണ്. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നൊരു സ്വഭാവം പരിശുദ്ധാത്മാവിന് ഇല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ നാം മനസ്സിലാക്കേണ്ടത്, യേശുവാകുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ആത്മീയ വെളിച്ചവും നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ സൃഷ്ടിയിൽ കൂടെ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക മർമ്മമായ ഈ വെളിച്ചവും, ഇത് തത്വത്തിൽ ഒന്നാകയാൽ, എന്നാൽ ആ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നത് കൊണ്ട് ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ, അതിനാണ് റെക്കൺസിലിയേഷൻ, ഒരുമപ്പെടുക എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന, നാം അനുഭവിക്കുന്ന ഒരു പ്രത്യേകമായ അവസ്ഥ, ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു സുഹൃത്തുമായി സ്നേഹബന്ധമുണ്ടായിരുന്നു, ഒരു തെറ്റിദ്ധാരണയിൽ നിങ്ങൾ അകൽച്ച പ്രാപിച്ചു. എന്നാൽ തെറ്റിദ്ധാരണ മാറി പരസ്പരം ഒന്ന് ആശ്ലേഷിക്കുമ്പോൾ ഒരു പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതുപോലെ തന്നെയാണിത്. രണ്ട് വ്യക്തികളുടെ മുമ്പ് തൊട്ടേ ഉണ്ടായിരുന്ന സ്നേഹത്തിന് ഒരു ഭംഗം വന്നു. അങ്ങനെ ഭംഗം വന്ന സ്നേഹം, മുറിഞ്ഞുപോയ സ്നേഹത്തെ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ഒരു പുതിയ എനർജി അനുഭവിക്കുന്നു. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ സ്പിരിറ്റ് ഏലിയൻ ടു അസ്, ഏലിയൻ ടു അവർ ക്രിയേഷൻ, ഏലിയൻ ടു ലൈഫ്, ദ ലൈറ്റ് ഓഫ് ലൈഫ് വിച്ച് ഗോഡ് ഹസ് ഓൾറെഡി ഡെപ്പോസിറ്റഡ് ഇൻ അസ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നമുക്ക് വളരെയധികം അനുഗ്രഹവും പുതിയ ഉന്മേഷവും പുതിയ ദർശനവും ദൈവികമായ വ്യക്തിത്വവും നൽകുവാൻ പര്യാപ്തമായൊരു മർമ്മമാണ് ഇത് എന്ന് യാതൊരു സംശയമില്ല. ഇത് മനസ്സിലാകുന്നതിന് ഭൗതികമായൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളൊരു ബാറ്ററി ഒന്ന് വിഭാവന ചെയ്യും. ഒരു ബാറ്ററിക്ക് 2 ടെർമിനലുണ്ട്, പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. ഈ 2 ടെർമിനലും കൂടെ കണക്ട് ചെയ്താൽ മാത്രമേ അവിടെ എനർജി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ കണക്ട് ചെയ്യുമ്പോൾ ഈ ബാറ്ററിയുടെ ഉള്ളിൽ നിന്ന് എനർജി വെളിയിലേക്ക് പ്രവഹിക്കുകയാണ്. വെളിയിൽ നിന്ന് ബാറ്ററിയുടെ ഉള്ളിലേക്കല്ല പ്രവഹിക്കുന്നത്, ബാറ്ററിയുടെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക്, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് പ്രവഹിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെപ്പറ്റി ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കിട്ട ഈ ഒരു ദർശനം മതത്തെ ഒരു ഉപജീവന മാർഗമായും ഒരു കോട്ടേജ് ഇൻഡസ്ട്രിയായും കരുതുന്നവർ ലാഭേച്ഛ കൊണ്ട് മാത്രം പ്രവർത്തിക്കുകയും അതിന് ഉതകുന്ന വിധത്തിൽ ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത്
സത്യത്തിൽ നിന്ന് അവരെ തികച്ചും മാറ്റി നിർത്തി. കറുവപ്പശുക്കളെ പോലെ ആത്മീകമായ തൊഴുത്തിൽ കെട്ടിയിട്ട് കറന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഇത് സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കിട്ട ഈ അടിസ്ഥാന തത്വം കേൾക്കുമ്പോൾ അവർക്ക് ജ്വരം പിടിക്കും. നിങ്ങൾ ഇത് ഒന്ന് പരിശോധിച്ച് നോക്കൂ, അപ്പോഴറിയാം. കാരണം ഇപ്രകാരമുള്ള ഒരറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഒരു കുരങ്ങും കളിപ്പിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ബെനിഹിൻ ഇങ്ങനെ കൈ വീശുമ്പോൾ ആളുകൾ വീഴുന്നുകൊണ്ട് സഹോദരൻ നിനക്ക് എന്താണ് പ്രയോജനം? മനുഷ്യൻ വീഴാതിരിക്കുന്നതിനല്ലേ നോക്കേണ്ടത്. അല്ല, വീണേ മതിയാകൂ അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ പഴത്തുള്ളിയെ ചവിട്ടിയാൽ പോരായോ? അങ്ങനെ വീഴുന്നത് കൊണ്ട് ആത്മീയമായ നേട്ടമാണെന്ന് വിശ്വസിക്കത്തക്കവണ്ണം നിൻ്റെ തലച്ചോറ് പിണ്ണാക്കാക്കിയത് ആരാണ്? ഈ മസ്തിഷ്ക പ്രക്ഷാളനം നിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചത് ആരാണ്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, തെറ്റിദ്ധാരണകൾ, അസത്യങ്ങൾ, പ്രഹസനങ്ങൾ മാത്രം വച്ച് നിറച്ച് മനുഷ്യനെ അധപ്പതിപ്പിക്കുന്ന ഈ അന്ധകാരത്തിൻ്റെ പ്രവൃത്തി, മനുഷ്യന് ബാഹ്യമായി പ്രവർത്തിക്കുകയും അവനെ അലട്ടുകയും ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അതിൻ്റെ പേരാണ് പിശാച്. സാത്താന്യ ശക്തി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ വെളിയിൽ നിന്ന് ഒരു വ്യക്തിയുടെ മേലിലോട്ട് പ്രവഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ വലിയ സെൻസേഷൻ കളിച്ച് നടത്തുന്ന അങ്ങനെയുള്ള നാടകവേദിയൊക്കെ വെച്ച് അതുകൊണ്ട് മുതലെടുക്കുന്ന ഈ മതകലാകാരന്മാർ, അവർ ചെയ്യുന്ന പ്രവൃത്തി സാത്താന്യ പ്രവൃത്തിയാണ് എന്ന് പറയാൻ എനിക്ക് അല്പം പോലും മടിയില്ല. കാരണം അങ്ങനെയുള്ളവർ ഈ പരിശുദ്ധാത്മാവെന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കി നടക്കുമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഫലം അവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക. മൃഗങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാലും ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ എക്സ്പേർട്ടുകളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അവർ സഹജീവികളെ വഞ്ചിക്കുകയും അവരെ മൊണ്ണകളാക്കുകയും അവരുടെ മണ്ടത്തരം കൊണ്ട് ശതകോടികൾ ഉണ്ടാക്കുക. നമുക്കറിയാം, ബെനിഹിന് രണ്ട് ജംബോ ജെറ്റ് ഉണ്ടായിരുന്നു, ബോയിങ് 747. എത്രയോ ആളുകളെ കളിപ്പിച്ച് അവൻ ശതകോടീശ്വരനായി മാറി. പക്ഷേ അവൻ്റെ പതനം ഭീകരമായിരുന്നു. എത്ര കണ്ടാലും നാം പഠിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ കുത്തകയും എടുത്തുകൊണ്ട് നടന്ന ആളിതാ മൂക്ക് കുത്തി വീഴുന്നു. എല്ലാവരെയും വീഴ്ചവൻ ഇതാ വീണിരിക്കുന്നു. ഇതാണ് പരിപാടി. എന്നാലും ഒരിക്കലും നാം പഠിക്കുകയില്ല. നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതിരിക്കത്തക്കവണ്ണം, നമ്മുടെ ബുദ്ധിയെ മന്ദീഭവിപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു പരിശീലനം മാത്രമേ മതത്തിൻ്റെ തൊഴിലാളികളിൽ നിന്ന് പ്രാപിപ്പാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. പിന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവൊക്കെ പ്രാപിച്ചു എന്ന് പറഞ്ഞ് മറുഭാഷയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അവരുടെ പശ്ചാത്തലവും അവരുടെ വ്യക്തിത്വമൊക്കെ പരിശോധിച്ചാൽ ഈ പറയുന്നതിനകത്തൊരു ചുക്കുമില്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാനാരെയും കൊച്ചാക്കാൻ പറയുന്നതല്ല, സത്യം ജനം തിരിച്ചറിയണം. കാരണം നാം എത്ര കാലം നമ്മെ തന്നെ അപമാനിക്കും, നാം എത്ര കാലം മനുഷ്യ അന്തസ്സിനെ അപമാനിക്കും. മറ്റുള്ളവരുടെ അസത്യത്തിൻ്റെ വിഴുപ്പ് ഭാണ്ഡം ചുമന്ന് നടന്നുകൊണ്ട് നിനക്കെന്താണ് പ്രയോജനം? അവനതുകൊണ്ട് പ്രയോജനം കാണും, പക്ഷെ നിൻ്റെ വ്യക്തിത്വം മണ്ണടിഞ്ഞു പോകുകയാണ്. നിന്നെ കാണുമ്പോൾ ലോകം ചിരിക്കും. നീ പറയുന്നത് കേട്ടാൽ മൃഗങ്ങൾ വന്ന് നിന്നെ കുത്തും. അതുപോലെയുള്ള പൊട്ടത്തരങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ നീ ജൽപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്ന ഒരവസ്ഥയെ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? 100% വിശ്വസിക്കുന്നുണ്ട്, 100%. പക്ഷേ ഈ പറയുന്ന ആളുകൾ, ഉപജീവനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ കൊണ്ട് നടക്കുന്ന ആളുകൾ പറയുന്നത് പോലെയല്ല. പിന്നെയോ നിങ്ങളുടെ ഉള്ളിൽ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും ബാഹുല്യമനുസരിച്ച് എന്നേ നിക്ഷേപിച്ചതും എന്നാൽ അതിനെ വേണ്ടതുപോലെ തിരിച്ചറിയുവാനും മാനിക്കുവാനും അതിൻ്റെ മർമ്മമനുസരിച്ച് പ്രവർത്തിക്കുവാനും നീ കൂട്ടാക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു വലിയ അനുഗ്രഹം നിൻ്റെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയാതിരിക്കുന്ന ഒരവസ്ഥയിൽ ഇത് ബാഹ്യമായ എന്നിൽ നിന്ന് വ്യത്യസ്തമായ ഏതോ ശക്തി ഇങ്ങനെ വന്ന് ആവഹിക്കുന്നതാണെന്നൊക്കെ തോന്നും. അത് മന്ത്രവാദികൾക്ക് പറയാൻ കൊള്ളാം, അത് പൈശാചികമായ ശക്തികളെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുന്ന ആളുകൾക്ക് പറയാൻ കൊള്ളാം. പക്ഷേ ഇത് ആത്മീകമായ ഒരു മർമ്മമല്ല. ആത്മീകമായ മർമ്മങ്ങൾ നിൻ്റെ ഉള്ളിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ആദ്യം മുതൽ അവസാനം വരെ യേശു പറഞ്ഞത്.
ബാഹ്യമായ ഒന്നിനും നിങ്ങൾ ആത്മീയമായ വില കൊടുക്കരുത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾ വായിക്കൂ. നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് പരസ്യമായി ചെയ്യരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരസ്യമായി പ്രാർത്ഥിക്കരുത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ പരസ്യമായ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നിങ്ങളത് ചെയ്യരുത്. എല്ലാം രഹസ്യത്തിൽ ചെയ്യുവീൻ, രഹസ്യത്തിൽ ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ബാഹ്യതയിലല്ല. പരിശുദ്ധാത്മാവ് ബാഹ്യമായി പ്രവർത്തിക്കുകയും നാടകം കളിക്കുകയും ചെയ്യുന്ന ഒരു മർമ്മമല്ല. അത് സാത്താന്യ ശക്തിയുടെ മർമ്മമാണ്. പരിശുദ്ധാത്മാവും സാത്താനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ വിശ്വസിച്ചു പോയാൽ പിന്നെ എന്താണ് പ്രത്യാശയ്ക്ക് വഴിയുള്ളത്? യേശു പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം ഇരുട്ടായി പോയാൽ പിന്നെ ആ ഇരുട്ടിന് ആ ഇരുട്ട് എത്ര ഘോരമായിരിക്കും. ഈ അവസ്ഥയിലാണ് നാം എല്ലാവരും. അതുകൊണ്ടാണ് കൂടുതൽ ആത്മീയമായ എരിവ് കാണിക്കുന്നവർ കൂടുതൽ മാനുഷികമായ അധപ്പതനവും പാപ്പരത്വവും ദാരിദ്ര്യവും കാണിക്കുന്നു. അവരെ കാണുമ്പോൾ നമ്മുടെ ചങ്കിടിഞ്ഞു പോവുകയാണ്. അവരുടെ സാമീപ്യത്തിൽ നമുക്ക് ശ്വാസം മുട്ടുകയാണ്. അവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇവർ കള്ളന്മാരാണ്, സത്യത്തിൻ്റെ കണിക അവരിലില്ല എന്ന്. പക്ഷേ ആ പ്രകാരമുള്ള വിവേചന ശക്തി ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വാസികൾക്ക് ഏവർക്കും കൂടുതൽ കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില അടിസ്ഥാന മർമ്മങ്ങൾ നിങ്ങളുടെ വിടുതലിനും നിങ്ങളുടെ ആത്മീയമായ തിരിച്ചറിവിനും വേണ്ടി ഞാനിത് നൽകിയിരിക്കുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നെനിക്ക് പ്രത്യാശയുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ സത്യം ഞാൻ ഇപ്പോൾ ഇതിൽ കൂടെ വെളിപ്പെടുത്തുന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾക്ക് ബോധ്യമായി തീരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായ സന്തോഷത്തിനും നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ നിസ്സീമമായ വളർച്ചയ്ക്കും ഉതകുന്നതാകും എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടും നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു.